ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. അത് യേശുവിൻ്റെ ഉപമകൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നാം തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എത്രമാത്രം ക്ഷമിക്കണം? ക്ഷമയുടെ അളവ് എന്താണ്? അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവും രാജാവും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് തിരുവചനത്തെക്കുറിച്ച് ധ്യാനിപ്പാൻ, കർത്താവ് ഞങ്ങൾക്ക് ഉപദേശിച്ചതായ ഉപമകളെക്കുറിച്ച് ചിന്തിപ്പാൻ ഒരവസരം കൂടി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ ധ്യാന യോഗത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചുറ്റുമായി തൻ്റെ ശിഷ്യന്മാർ എപ്പോഴും താൻ പഠിപ്പിക്കുന്നതായ കാര്യങ്ങളൊക്കെയും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അവർക്ക് പല പല ചോദ്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി പത്രോസായിരുന്നു. പത്രോസ് ഒരു പ്രാവശ്യം യേശുവിനോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി: എൻ്റെ സഹോദരനോട് ഞാൻ എത്രമാത്രം ക്ഷമിക്കണം? സാധാരണയായി യഹൂദന്മാരുടെ ഇടയിലൊരു പറച്ചിലുണ്ട്, അതായത് 3 പ്രാവശ്യം ക്ഷമിക്കുക. എന്നാൽ അതിനോടൊപ്പം 4 കൂടെ കൂട്ടി ഞാൻ 7 പ്രാവശ്യം ക്ഷമിക്കണമോ എന്നുള്ളതായ ഒരു കാര്യമാണ് പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് എന്താണ് മറുപടി നൽകിയത്? അത് 7 അല്ല 70 വട്ടം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതായത് പല തരത്തിലുള്ളതായ ചിന്താഗതിക്കും അപ്പുറമായുള്ള കാര്യമാണ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിനെ കുറിക്കുവാൻ തക്കവണ്ണം ഒരു രാജാവ് തൻ്റെ ശിഷ്യന്മാരോട്, അതായത് തൻ്റെ രാജ്യത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ ഉള്ള വ്യവസ്ഥകളെക്കുറിച്ച് ഉള്ള ഒരു ഉപമ കർത്താവ് പറയുകയുണ്ടായി. ഇത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ളതായ വാക്യങ്ങളാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അത് നിത്യമായ സത്യങ്ങളെ, അത് വലുതായ സത്യങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വേണ്ട വഴികളെ ഒരുക്കി. കാരണം എന്താണ്? ദൈവം നമ്മെ സ്നേഹിച്ചു ആയതുപോലെ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ 10:8 പറയുന്നുണ്ട്: സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി എന്ത് ചെയ്യണം? കൊടുപ്പീൻ. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നാം സൗജന്യമായി കൊടുക്കണം. ആയതുപോലെ തന്നെ ഭൗമിക ഇടപാടുകളിൽ എത്രമാത്രം അത് നാം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയുള്ളതായിട്ട്, പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവികമായിട്ടുള്ളതായിരിക്കണം. അതേ, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ദൈവം നമ്മെ സ്നേഹിച്ചു, അതുപോലെ നാം എന്ത് ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം സ്നേഹിക്കുമ്പോൾ അവനവൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കടങ്ങൾ പുറത്തു കൊടുക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അതെ, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഒരു ഉപമ പറഞ്ഞത്. അത് 24 മുതലുള്ളതായ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 24 മുതലുള്ളതായ വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുകയാണ്. അവൻ കണക്ക് നോക്കിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുടയവൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനന് അതായത് അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ തക്കവണ്ണം കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ്ടും അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാൻ എന്ത് ചെയ്തു? മനസ്സിൽ ഉണ്ടായിട്ട് അവനെ വിട്ടയച്ചു കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടപ്പോൾ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വിട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചതും അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് അവരോ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. അതെ, യജമാൻ എന്താണ് ചെയ്തത്? എനിക്ക് നിന്നോട് കരുണ തോന്നിയപ്പോൾ നിനക്ക് നിൻ്റെ കൂട്ടുദാസനോട്
കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും എന്ന് ആണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതായത് നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതായ ഒരു കാര്യം ഇവിടെയില്ല. അതേ തൻ്റെ യജമാനൻ തനിക്ക് തൻ്റെ കടം ഇളച്ച് കൊടുത്തു, എന്നാൽ തൻ്റെ കൂട്ടുവേലക്കാരനോട് ഇളച്ച് കൊടുക്കാതെ അവനെ ദണ്ഡിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു മനോഭാവം ഉണ്ടായതുകൊണ്ട് കണിശമായിട്ടും അവനെയും യജമാനൻ അതുപോലെ തന്നെ ശിക്ഷിക്കുന്നതായ ഒരു കാഴ്ചയാണ് ഈ ഉപമയിലൂടെ കാണുന്നത്. എന്നാൽ നിങ്ങൾ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും എന്ന ഉള്ള താക്കീതും കർത്താവ് അവിടെ കൊടുക്കുകയുണ്ടായി. മനുഷ്യൻ ചിലപ്പോൾ ഇതിനെ തെറ്റിദ്ധരിക്കാൻ കൊണ്ട് ഇടയുണ്ട്. കാരണം ദൈവം ക്ഷമിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ട, അല്ലെങ്കിൽ ദൈവം ക്ഷമിക്കുന്നതാണല്ലോ. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു അന്യോന്യം ക്ഷമിക്കുന്ന കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതി വന്നേക്കാം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു താൻ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് താൻ അവരെ പഠിപ്പിച്ചു. കാരണം നാം അന്യോന്യം ക്ഷമിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം എൻ്റെ കടങ്ങളും ക്ഷമിച്ചു തരുന്നത്. ജീവിതത്തിൽ ക്ഷമിക്കേണ്ടതായ ഒരു ആവശ്യം മനുഷ്യൻ്റെ ഒരു കടമയാണ്. ഞാൻ എൻ്റെ സഹോദരനോട് എൻ്റെ കൂട്ടുകാരനോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് ക്ഷമിക്കുകയുള്ളൂ. കാരണം ഭൗമിക ജീവിതത്തിൽ കടം ഉണ്ടാകാറുണ്ട്. സാധാരണ കടമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? അത്യാവശ്യ കാര്യത്തിന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിരിക്കും. അതിന് ഒന്നുകിൽ ആ ആവശ്യമല്ല ഈ ആവശ്യം, പല ആവശ്യങ്ങളാണല്ലോ. എന്നാൽ ഈ ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യന് എങ്ങനെ അത് വീട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കടം വാങ്ങിക്കുന്നു, കയ്യിൽ നിന്നും പോകും, പിന്നെ തിരിച്ചു വരികയില്ല, പിന്നെ കടം വീട്ടാനൊക്കുകയില്ല, അതങ്ങനെ നീണ്ടുപോകും. ആയതുകൊണ്ട് സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ദൈവം അതിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. എന്താണ്? ക്ഷമിക്കുക. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലിയ ഒരു സമ്പൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഇത്ര കാലം കടം കൊടുക്കാതിരുന്നാൽ പിന്നെ ആ മനുഷ്യന് അവൻ്റെ വസ്തുവകൾ ഈടാക്കിയായിരുന്നാൽ തന്നെയും അത് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രവണത, അതിനാണല്ലോ ജൂബിലി ഇയർ എന്നിങ്ങനെ പറയുന്നത്. 40-ാം വർഷം എല്ലാവർക്കും അവരവരുടേതായ പഴയ ഉടമസ്ഥാവകാശം തിരിച്ച് കൊടുക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചപ്പോൾ അത് ഒരു വ്യവസ്ഥയായിരുന്നു. എന്നാൽ അന്യോന്യം ക്ഷമിക്കുക, പൊറുക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായൊരു കാര്യമാണ്. അത് ദൈവികമായി നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ 2:1-5 വരെ ഞാൻ വായിക്കുന്നു. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹിതൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് പറയുമ്പോൾ കണിശമായിട്ടിത് വളരെ അധികമായി വിശദീകരണം ചെയ്യുവാൻ വിവരിക്കേണ്ടതായ ഒരു കാര്യമാണ്. കാരണം ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് പ്രബോധനം വരുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ഈ കർത്താവിൻ്റെ ഉപമകൾ തന്നെ നാം പഠിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മീയമായ അനേക സത്യങ്ങൾ നമ്മുടെ ആത്മനിറവിനായിട്ട്, ആത്മീയ വളർച്ചയ്ക്കായിട്ട് യേശു ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്നതാണ്. അതിൽ എന്താണ്? സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, സ്നേഹമാണ് എല്ലായിടത്തും നിലനിന്ന് പോകുന്നത്. ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, ദൈവികമായ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള കൂട്ടായ്മയാണ് നല്ലൊരു കൂട്ടായ്മ. വല്ല ആർദ്രവും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ പൗലോസിനുണ്ടായിരുന്നതായ സന്തോഷം പൂർണ്ണമാകുവാൻ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ
താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തരുടെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ്? എങ്ങനെയും ഒരുത്തനെ അടിച്ചതാക്കണം. അതെ, ഞാൻ ഉന്നതനാണ്, എനിക്ക് കസേര കയറണം, എനിക്ക് വലുതാണ്. അതായത് പിശാചിൻ്റെ ഒരു പ്രവണത എന്താണ്? ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ അവിടെ. ആ ഒരു പ്രവണതയല്ല പിന്നെ വേണ്ടത്. എല്ലാവരെയും ഒരുമയോടെ കാണുക. അവനേക്കാൾ ഞാൻ ശ്രേഷ്ഠത കരുതാതെ ആ ശ്രേഷ്ഠതയെ മാനിക്കുക. അതുപോലെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടി നോക്കുക. കാരണം ഞാൻ മാത്രം മേന്മയുള്ള, അല്ലെങ്കിൽ ഞാൻ മാത്രം എല്ലാറ്റിനും മുന്തിയവൻ എന്നുള്ള ഭാവത്തല്ല, പിന്നെയോ എല്ലാ തരത്തിലും മറ്റുള്ളവൻ്റേത് കാണണം, മറ്റുള്ളവൻ്റെ സ്വഭാവം, മറ്റുള്ളവൻ്റെ മേന്മ കൂടി അംഗീകരിക്കണം. അതൊക്കെ എന്താണ്? യേശുക്രിസ്തുവിലുള്ളതായ ഭാവം തന്നെയാണ് നമ്മിലുണ്ടാകുന്നത്. അപ്പോൾ യേശുക്രിസ്തു സ്വഭാവം എന്തായിരുന്നു? അതേ, സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഒരു ദാസനായി ഈ ഭൂമിയിൽ വന്നു. അതിനെക്കുറിച്ച് കൊലോസി ലേഖനത്തിൽ പറയുന്നുണ്ട്. അതേ, സകലവും വിട്ട് ഒരു ദാസരൂപേണ ഈ ഭൂമിയിൽ വന്നു. അത് എന്തിനു വേണ്ടിയാണ്? നമ്മെ ഓരോരുത്തരെയും ഉയർത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ സ്വഭാവം എന്തായിരുന്നു? യേശു ക്രിസ്തു ക്ഷമിക്കുകയും സഹിക്കുകയും കരുണയുള്ളവനും ആർദ്രതയുള്ളവനും. അതേ, വലിയൊരു സമൂഹം അവിടെ വന്നപ്പോൾ അവർ ദൈവജനം കേട്ടു. അവർക്ക് ആഹാരമില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ആഹാരം കൊടുക്കുവാനുള്ള ഒരു ആഹ്വാനം അവൻ തന്നിൽ നിന്ന് വന്നു. ആയതുപോലെ നമ്മുടെ ജീവിതത്തിൽ, അതായത് ആഹാരമില്ലാതിരിക്കുന്ന ആഹാരം കൊടുക്കുക, വസ്ത്രമില്ലാതിരിക്കുന്ന വസ്ത്രം കൊടുക്കുക. അപ്പോൾ അതൊക്കെയും പ്രാവർത്തികമായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിസമാണ്, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊക്കെയും നമ്മിലുണ്ടാകണം. അതായത് ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നമ്മിലുണ്ടാകണം. അതേ, കണിശമായിട്ടും അതുകൊണ്ട് നാം ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കരുത് എന്നില്ല. എന്നാൽ ഒരു സഹോദരൻ തെറ്റിപ്പോയാൽ അവനെ ശാസിക്കുക. എങ്ങനെയാണ്? യേശുവിൽ ശാസിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതായത് മനുഷ്യ ജീവിതങ്ങളിൽ നാം കണ്ടുവരുന്നത് അവർ ചെയ്യുന്ന പാപത്തെ മറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പരിശ്രമമാണ്. എന്നാൽ പാപം ഒരിക്കലും ദൈവം ലഘുവായിട്ട് കരുതാറില്ല. അതിനുള്ള ശിക്ഷ വലിയതാണ്. ആയതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അന്യോന്യം ചെയ്യുന്ന കുറ്റങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അത് എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു സഹോദരനെ ലൗകികമായ കോടതിയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അതായത് നമ്മുടെ ഇടയിലുള്ളതായ കുഴപ്പങ്ങളൊക്കെയും അവരവരുടെ ഇടയിൽ തന്നെ അത് തീർക്കുവാൻ തക്കവണ്ണമുള്ള ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ സഹോദരന്മാർ തമ്മിൽ പിഴച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സഹോദരനോട് പിഴച്ചാൽ അവൻ തനിയെ ഇരിക്കുമ്പോൾ അവനോട് പോയി സംസാരിക്കാം. അപ്പോൾ അവന് അത് അന്യോന്യം എന്ത് ചെയ്യാണ്? നിരന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ കർത്താവ് നമുക്ക് അനുശാസിച്ചിരിക്കുന്നത്. ഇനി അഥവാ അത് സംഭവിക്കുന്നില്ലെങ്കിൽ മൂപ്പന്മാരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ 2-3 സഭയിലുള്ള പ്രായമുള്ള പക്വതയുള്ള ആൾക്കാരുമായി കൂടെ പോയി ആ വ്യക്തിയുമായി സംസാരിക്കുക. അവിടെയും നമ്മൾ അത് കേൾക്കാതെ പിന്നെ സഭയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ ഒരു തീരുമാനത്തിൽ വിടുക. അങ്ങനെ ഒരിക്കലും ലൗകികമായ കോടതികൾ പോയി അവരവരുടെ കാര്യങ്ങൾ സാധിക്കണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നില്ല. കാരണം ദൈവികമായുള്ള ഇടപാടുകൾ നാം ചെല്ലുക. അതുപോലെ തന്നെ അന്യോന്യം, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സൂക്ഷിച്ചുകൊള്ളുവീൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. അപ്പോൾ നാം ആ ഒരു വഴി ഒരുക്കണം. എന്നാൽ അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തോണം, പലപ്പോഴും നാം ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവൻ്റെ കണ്ണിലെ വലിയ കൊമ്പ് കരടെടുക്കുവാണ്ടൊക്കെയുള്ള പരിശ്രമമാണ്. അതിനെക്കുറിച്ചും കർത്താവ് പറയുകയുണ്ടായി. എന്താണ്? നിൻ്റെ കണ്ണിലുള്ളതായ വലിയ മരക്കഷണം ആദ്യം എടുത്ത് കളയുക. അപ്പോൾ നിനക്ക് നിൻ്റെ സഹോദരൻ്റെ കണ്ണിലുള്ളതായ ചെറിയ പൊടി കാണുവാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ പോയിൻ്റ് ചെയ്യുക. അത് ഓർത്തോണം, നാം ഇങ്ങനെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റേ വിരലുകളെല്ലാം നമ്മുടെ നേരെ ചൂണ്ടുകയാണ്. അതായത് നമ്മുടെ ഭാഗത്ത് കുറവില്ലാതിരിക്കണം. അതിനെക്കുറിച്ചാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറയുന്നത്. കാരണം ഈ ലോകം പരീക്ഷണം നിറഞ്ഞതാണ്. പിശാച് പല ഉപാധികളാൽ നമ്മെ വീഴിക്കുവാൻ തക്കവണ്ണം അനേക ഉപാധികൾ ഒരുക്കി വച്ചിരിക്കുകയാണ്.
എന്നാൽ പലപ്പോഴും നാം ചെയ്യുകയാണ്, പുറത്തേക്കുള്ള കോടതി അല്ലെങ്കിൽ നാം പരീക്ഷയിൽ വീഴാതിരിക്കുകയും മറ്റുള്ളവർ വീണാൽ അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കുവാനുള്ളതായ പ്രവണതയും. അതാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ഈ പറഞ്ഞ ഉപമയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതായത് നാം പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ല, എന്നാൽ ദൈവം നമുക്ക് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം അത് എപ്പോഴും തയ്യാറാണ്. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിക്ക് വേണ്ടി ലോകം മുഴുവനും സ്വർഗം മുഴുവനും സന്തോഷിക്കുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ആയതുപോലെ തന്നെ അതേ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം അതിന് നാം എങ്ങനെ മുമ്പേ ഞാൻ പറഞ്ഞുവല്ലോ. അതായത് എന്താണ് നമ്മൾ ഉണ്ടാകേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, എല്ലാ ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് അത് ഏകഭാവമുള്ളവരായി അങ്ങനെ സന്തോഷം പൂർണ്ണമാക്കണം. അപ്പോൾ നമുക്കറിയാം, ഈ വീടുകളിലായാൽ തന്നെയും ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ അടിക്കുക, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ചില ശബ്ദമൊന്ന് ഒരു ഉറച്ച് വന്നേക്കാം. അതൊക്കെ വന്നാൽ എന്താണ്? അതായത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടി എന്ത് ചെയ്യണം? അന്യോന്യം ക്ഷമിക്കുകയും സഹിക്കുകയും, അതേ നമ്മളാലാവത് നല്ലവർ, അല്ലെങ്കിൽ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. ഭാര്യയും ഭർത്താവാണെങ്കിൽ എല്ലാം ഭർത്താവിൻ്റെ മാത്രമല്ല, പിന്നെ ഭാര്യയുടെയും ആലോചനകൾ അല്ലെങ്കിൽ നല്ല നല്ല ഉപദേശങ്ങൾ കൈക്കൊള്ളുക. അങ്ങനെ ഒരു സന്തോഷത്തിന് അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എന്ത്? ക്രിസ്തേശുവിലുള്ള ഭാവം അതേ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അത് മുമ്പ് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഇടപാടുകളിൽ പലപ്പോഴും മനുഷ്യന് അതേ തൻ്റെ സഹോദരൻ എന്നുള്ള വ്യക്തിയെ പോലും, അതായത് സഭകളിൽ, സമൂഹത്തിൽ, കൂട്ടങ്ങളിൽ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടതായ ഉപാധിയെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ പോയിൻ്റ് ചെയ്യുമ്പോൾ അതേ പോയിൻ്റ് തന്നെ തിരിച്ച് നമുക്കും വരാം. ആയതുകൊണ്ട് നാമും പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അതേ ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ പറഞ്ഞപ്പോൾ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നതായ അന്തസ്സ എന്താണ്? ദൈവം നമ്മോട് ക്ഷമിപ്പാൻ തക്കവണ്ണം എപ്പോഴും തയ്യാറാണ്. എന്നാൽ നാം എന്ത് ചെയ്യുന്നില്ല? ആ ഒരു കാര്യത്തിൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്ന് എന്ത് ചെയ്യണം? അതായത് ഒരിക്കലും നാം മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഭാഗത്ത്, അതായത് അവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക. നാം എപ്രകാരമാണ്? ഒരിക്കലും പരീശന്മാരെ പോലെ, അല്ലെങ്കിൽ ഈ അന്നത്തെ യഹൂദന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നതായ ചിന്താഗതി പോലെ ഞാൻ വലിയവനാണ്, പക്ഷേ ഉള്ളുകൊണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, വെള്ള തേച്ച ശവക്കല്ലറുകളെ നിങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ എന്ത് ചെയ്യുന്നു? വലിയ ഭാണ്ഡക്കെട്ടുകൾ വെച്ച് കൊടുക്കുകയാണ്, എന്നാൽ നിങ്ങൾ ചെറുവിരൽ കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അവരൊക്കെയും പാരമ്പര്യത്തിലാണ് വിശ്വസിച്ചിരുന്നത്. പാരമ്പര്യമാണ് അവരുടെ പ്രാധാന്യം. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതേ ശബദിനെ മറ്റുള്ളവരെ സൗഖ്യമാക്കുമ്പോൾ അതൊക്കെയും അവർക്ക് അതൊരു വലിയ കുറ്റമായിട്ട് അവർ കരുതി. അതേ പാപം ക്ഷമിച്ചു കൊടുക്കുന്നത് അവരൊരു വലിയ കുറ്റമായിട്ട് കരുതി. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തെ മാനിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ അവരുടേതായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം അതേ ദൈവം എപ്പോഴും സന്നദ്ധനാണ്. ആ ദൈവത്തിൻ്റെ ക്ഷമയുടേതായ ആ സ്വഭാവം നമുക്കും ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ കർത്താവ് പ്രാർത്ഥനയിൽ പറഞ്ഞത്, അതായത് ഞങ്ങളുടെ കടക്കാരോട് പൊറുക്കുന്നത് പോലെ മറ്റുള്ളവരോട് പൊറുക്കുവാൻ തക്കവണ്ണം. അതായത് ദൈവം നമ്മോട് പൊറുക്കുന്നത് എപ്രകാരമാണ്? നാം നമ്മുടെ കടങ്ങളെ മറ്റുള്ളവരോട് പൊറുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞത്, എനിക്ക് നിന്നോട് കരുണ തോന്നിയ പോലെ നിനക്ക് നിൻ്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറയുന്നതായ സാഹചര്യം. അപ്പോൾ അവന് കരുണയുണ്ടായില്ല. ആ തനിക്കുള്ള താലന്ത് ദൈവം അല്ലെങ്കിൽ യജമാനൻ ക്ഷമിച്ചു കൊടുത്തു. അത് അവൻ്റെ മനസ്സിൽ എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ കടത്തെക്കുറിച്ച് അവൻ എന്ത് ചെയ്തു? അവനെ പിടിച്ച് അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി അതേ ഉടനെ തന്നെ അവന് അത് വീട്ടുവാൻ തക്കവണ്ണം ഉള്ള വഴികൾ ഒരുക്കുന്ന ഒരു നടപടി. എന്നാൽ അത് ദൈവം നമുക്ക് വേണ്ടി ന്യായമേ ചെയ്യുകയുള്ളൂ, അന്യായം ഒരിക്കലും ചെയ്യില്ല. നമ്മുടെ ഭാഗത്ത് അന്യായം ഉണ്ടെങ്കിൽ അത് നാം എന്ത് ചെയ്യണം?
മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതായത് ദൈവം നമ്മോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അത് എപ്പോഴും സന്നദ്ധനാണ്. എന്നാൽ ആ ദൈവസന്നിധിയിലാകുന്നു ഞാൻ കണക്ക് കൊടുക്കേണ്ടത്. അതെ, പിശാചായവൻ നമ്മുടെ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണമുള്ളതായ പരിശ്രമങ്ങൾ ചെയ്യുന്നുവോ, എന്നാൽ അവൻ്റെ വലയിൽ വീഴാതിരിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുക, അവൻ നമ്മെ ഉയർത്തും. അതെ, ദൈവസന്നിധിയിൽ നാം ഓടിച്ചെല്ലുക. അതെ, ദൈവത്തോട് നാം ഏകാഗ്രതയുള്ളവരായിരിക്കുക. അതെ, അതിന് ദൈവത്തിൻ്റെ ദൈവികമായ ശക്തിയല്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തു മുൻപ് പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ട് നാം ചിലവഴിക്കുക. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. കാരണം ഒരു ദൈവവൈതലായ, ദൈവമകനായ, ദൈവമകളായ നാം ഓരോരുത്തർക്കും ഈ ഒരു അനുഭവം ജീവിതത്തിലുണ്ടാകണം. കാരണം ദൈവികമായി നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളൊക്കെയും താലന്തുകളൊക്കെയും ആ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരുമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ കടങ്ങളൊക്കെയും പുറത്തു തരുവാൻ തക്കവണ്ണം എപ്പോഴും സന്നദ്ധതയുള്ളവനാണ്. എന്നാൽ നാം നമ്മുടെ സഹോദരങ്ങളുടെ ഇടപാടുകളിൽ എപ്രകാരമാണ്? എന്നാൽ ദൈവം സകല കാര്യങ്ങളും അതാത് സമയത്ത് നമ്മുടെ ഓരോ ചെയ്തികളും അവന് കരുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ആ ദൈവമുമ്പാകെയാണ് നാം നിൽക്കേണ്ടത് എന്നുള്ള ബോധത്തോടുകൂടി കർത്താവ് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ഉള്ള ഭാഗം ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നാം നമ്മുടെ കടങ്ങൾ ക്ഷമിച്ച് കിട്ടുവാൻ തക്കവണ്ണം എന്തു ചെയ്യണം? നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഇവിടെ കർത്താവ് ഈ ഉപമയിൽ അവർ തമ്മിലുള്ള ആ കടം വാങ്ങി, 10,000 താലന്തും പിന്നെ തൻ്റെ കൂട്ടുദാസൻ 100 വെള്ളിക്കാശുമാണ്. അപ്പോൾ അത് തമ്മിലുള്ള അന്തരം നോക്കുക. ദൈവം നമുക്ക് 10,000, യജമാനൻ 10,000 താലന്ത് ക്ഷമിച്ചു തരുവാൻ തക്കവണ്ണം ഒരുക്കമാണ്. എന്നാൽ എൻ്റെ കൂട്ടുദാസൻ്റെ 100 വെള്ളിക്കാശ് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു സാവകാശം ഈ ഉപമയിലെ കർത്താവ് അവനില്ലായിരുന്നു പറഞ്ഞു. എന്നാൽ അതുകൊണ്ടെന്താണ് സംഭവിക്കുന്നത്? നിത്യമായ നരകത്തിന് ഉള്ള ഒരു അവസരം നാം ഒരുക്കാതെ ആ ദൈവസന്നിധിയിൽ എപ്പോഴും സ്നേഹവും സന്തോഷവും നമ്മോട് ആർദ്രതയും കരുണയുമുള്ളതായ ആ ദൈവസന്നിധിയിൽ നാം നമ്മുടെ കാര്യങ്ങളുമായി ചെല്ലുക. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, അവൻ നമ്മോട് ക്ഷമിച്ചു തരും. അങ്ങനെ നമുക്ക് ദൈവമായി നിരന്നു പോകുവാൻ, മനുഷ്യരുമായി നിരന്നു പോകുവാൻ, അങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ദൈവം തന്നെ ഇടയാക്കി തീർക്കും. ആയതുകൊണ്ട് യേശുവിനുള്ള സ്വഭാവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവെ, എത്ര പ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കണം എന്ന് പത്രോസ് ചോദിച്ചതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞു 7 അല്ല 70 തവണ. അപ്പോൾ അങ്ങനെ അടിയങ്ങളെ നിത്യമായി ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്കിലും അടിയങ്ങളുടെ കുറവുകൾ അടിയങ്ങളോട് കണക്കെട്ടരുതെന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. നാളെ വരെ വഴി നടത്തി കൃപയിൽ സൂക്ഷിച്ചു. നന്ദിയോടെ സ്തോത്രം. എല്ലാം യേശുവിൽ കൂടി താഴ്മയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായി അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു.